ഈ ഗോവിന്ദനോട് പരമേശ്വരൻ ഒന്ന് ചോദിച്ചു നോക്കണം. ജീവിതത്തില് ഞാൻ ചെയ്തിട്ടുള്ള നല്ലതും മോശവുമായ എല്ലാ കാര്യങ്ങളും ഗോവിന്ദൻ അറിയാം. പരമേശ്വരനോടും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെയാവും. എന്താ ബാല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പരമേശ്വരൻ അറിയോ, സത്യത്തിൽ എന്റെ ചാരുമോളെ കെട്ടാനിരുന്നത് ആകാശായിരുന്നില്ല, മൂത്ത മകൻ അരവിന്ദായിരുന്നു. വിവാഹമൊക്കെ ഉറപ്പിച്ചു, തീയതിയും എത്തി. കല്യാണ മണ്ഡപത്തിൽ വെച്ചാ അതുണ്ടായത്. ഈ ശ്രേയ പിന്നെ അരവിന്ദനെ കെട്ടി ഈ വീട്ടിലേക്ക് വന്നു കയറിയത് നല്ലൊരു ജീവിതം മോഹിച്ചിട്ടൊന്നുമല്ല. എന്നോട് പ്രതികാരം ചെയ്യണം, ഈ കുടുംബം തകർക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. എന്താ ബാല ഈ പറയുന്നത്? പുറമെ കാണുന്നത് പോലെയൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. പോരാടിക്കൊണ്ടിരിക്കുക ഞാൻ, എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കാൻ. നേരെയാക്കണം. തൃക്കണ്ണൂർ ഭദ്രകാളിയുടെ തിരുവുത്സവം കഴിയുന്നതോടെ എല്ലാം നേരെയാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ ഉത്സവത്തോടെ എല്ലാം ശരിയാവും ബാല. നിന്റെ മരണം കൊണ്ട് എല്ലാം ശരിയാവും. ശ്രേയം ആഗ്രഹിക്കുന്നത് അത് തന്നെ ആയിരിക്കുമല്ലോ. എന്താണ് എന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ കൂടെ ഞാൻ സങ്കടത്തിലാക്കിയോ? ഇല്ലടാ, ഞാനുണ്ടാവും നിന്റെ കൂടെ. നീ പറഞ്ഞതുപോലെ മുടങ്ങിക്കിടക്കുന്ന തൃക്കണ്ണൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ഇത്തവണ നമ്മൾ ഒരുമിച്ച് തന്നെ നിന്ന് നടത്തും. അതോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അവസാനിപ്പിച്ച് തരും ഞാൻ, അത് ഉറപ്പാ. കണ്ടോടാ ഗോവിന്ദ, ഇതാണ് സൗഹൃദം, ഇതാണ് കൂട്ടുകാരൻ. ദേവി, ഇവനെ എനിക്ക് നീ തിരിച്ചു തന്നല്ലോ. അനു കാരം ബോർഡിൽ ഒരു ചാമ്പ്യൻ ആണെന്ന് തോന്നല്ലോ. ഫസ്റ്റ് കളിയിൽ തന്നെ കോയിൻ പോക്കറ്റിലാക്കി. കഴിഞ്ഞ വർഷം കോളേജ് ഞാൻ റണ്ണറപ്പ് ആയിരുന്നു, ചാമ്പ്യൻ ആയേനെ. പക്ഷെ ഫൈനലി ഭയങ്കര തലവേദനയായിരുന്നു. പണ്ടെങ്ങോ കളിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പിന്നെ ടൈം പാസിനുള്ള ശ്രമം, അങ്ങനെ കാണാവോ ഇതിനെ? പിന്നെ ക്യാരം ബോർഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ലേ ഇവിടെ നടക്കുന്നത്, ഒന്ന് പോ അഞ്ജനെ. കുറച്ചുകൂടി വേഗത്തിൽ അടിച്ചായിരുന്നെങ്കിൽ ആ കോയിൻ അവിടെ വീണേനെ. വേഗം കൂട്ടിയിട്ട് കാര്യമില്ല അഞ്ജനെ, സ്ട്രൈക്കർ വെക്കുന്ന പൊസിഷനാണ് പ്രധാനം. എന്നെ കളി പഠിപ്പിച്ചതേ അരവിന്ദേട്ടനാ. ഉഗ്രൻ ഒരു കോച്ച് അരവിന്ദേട്ടൻ. എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് അനുവിനെ തോപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അരവിന്ദേട്ടനെ കൂടെ വിളിച്ചാലോ? അരവിന്ദേട്ടൻ ഇപ്പൊ പഴയ സ്വഭാവമൊന്നുമല്ല. ശ്രേയ ചേച്ചിയെ പേടിച്ച് എന്നോടിപ്പം മര്യാദയ്ക്ക് മിണ്ടുന്ന പോലുമില്ല. ഞാൻ എന്റെ ബയോഡാറ്റ മൊത്തം അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നീയും കൂടെ വിളിച്ച് പറഞ്ഞേക്കണടാ. ഓക്കേടാ. അരവിന്ദേട്ടാ, ഞാൻ ഇപ്പൊ അരവിന്ദേട്ടന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. ഒന്നിങ്ങോട്ട് വരുമോ? എന്താ? എന്നെ കുറിച്ച് ഇവിടെ അഞ്ജനയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ല കാര്യമാവില്ല. എന്തിനാ അരവിന്ദേട്ട എന്നെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നേ? ഞാൻ എപ്പോഴേലും ആരോടെങ്കിലും അരവിന്ദേനെ കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാവോ? വിട് വിട്, അത് വിട്. എന്തിനാ എന്നെ വിളിച്ചേ? അത് പറ. ദേ കണ്ടില്ല അരവിന്ദേട്ടാ, അനുവായിട്ടൊന്ന് കൊമ്പ് ഓർക്കാൻ വേണ്ടി വന്നിരുന്നതാ. കളി തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഒരു പുലിമടയിലേക്കാ ഞാൻ തലവെച്ചു കൊടുത്തതെന്ന്. ഫസ്റ്റ് ആയി തന്നെ ഒരു കോയിൻ പോക്കറ്റിലിട്ടു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? പ്ലീസ് അരവിന്ദേട്ടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എനിക്ക് കളിയിലൊന്ന് ജയിക്കണം. കൊച്ചിനെ പണി നോക്കി പോയേ. എനിക്കിനൊന്നും സമയമില്ല. നിങ്ങൾ കളിക്കയോ ജയിക്കയോ തോൽക്കയോ എന്താന്ന് വെച്ചാൽ അയക്കോ.
അരവിന്ദേട്ടാ, അനു അരവിന്ദേട്ടനെ കുറിച്ച് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഏ ഇവളെന്താ പറഞ്ഞേ? അതൊന്ന് കേൾക്കട്ടെ. അല്ല, അരവിന്ദേട്ടൻ എന്തോ ഒരു ഇന്റർനാഷണൽ ലെവൽ ക്യാരം ബോർഡ് പ്ലെയർ ആണെന്നോ. ക്യാരം ബോർഡിന്റെ കോച്ചിങ് ഒരു പ്രൊഫഷനായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരു ദ്രോണാചാര്യ അവാർഡൊക്കെ ഈ വീടിന്റെ അലമാരയെ കൊണ്ട് വെക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേട്ടു. ആ ഏതെങ്കിലും സ്പോർട്ടിനോടോ ഗെയിമിനോടോ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാള് ഇങ്ങനെ ഒഴിഞ്ഞു മാറില്ല, അതുറപ്പ്. സ്ട്രൈക്കർ എടുക്കുക.